ആദ്യത്തെ ചോദ്യം വരുന്നത് ഒരു മലയാളിയിൽ നിന്നല്ല, ഒരു ഇന്ത്യനിൽ നിന്നുമല്ല. ഷീ ഈസ് എൻ അറബിക് ലേഡി. ആൾക്ക് എന്തോ പറയാനുണ്ട്. ആൻഡ് വി ആർ മൂവിംഗ് ഓൺ ടു ഹർ. ഓവർ ടു യു മാം, പ്ലീസ്. I am big for your fans from Saudi Arabia. Wow. Thank you so much. And my big dream, inshallah, next time I want make movie with you. Okay. ഭാഗ്യം വന്നത് കണ്ട. So I am not going to promise anything like that. I don't. വെറുതെ ഞാനും എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലേ. ഓക്കെ ഞാൻ വിട്ടു. അറിയെങ്കിൽ പറയൂലേ. Alright, അപ്പോൾ എന്തായാലും we are moving on to the questions. എവിടെ questions please? ഹായ്, ഹലോ, ഞാൻ ഉമർ അലി. നമസ്കാരം. അജയൻ്റെ രണ്ടാം മോഷണം ARM എന്ന സിനിമയിൽ ടോവിനോ ആദ്യമായി ട്രിപ്പിൾ റോളിൽ എത്തുകയാണ്. ഇത് 3 ജനറേഷൻ്റെ ഫിലിമാണോ അതോ ഒരൊറ്റ ഫിലിമിൽ തന്നെ 3 ആളുകളായിട്ടാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി, ഈ സിനിമയിൽ ഗ്രാമത്തിലെ എന്തോ ഒരു അമൂല്യ വസ്തുവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് ഫിലിമാണോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻസ്. ഓരോന്ന് ചോദിക്കൂ. ഫസ്റ്റ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ ഈ 3 കഥാപാത്രങ്ങളും ഒരേ സമയം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇത് അവർ തമ്മിലൊരു കണക്ഷനും ഉണ്ട്. അത് സിനിമ കാണുമ്പോഴായിരിക്കും. അപ്പോൾ ആദ്യത്തെ ആൾ തുടങ്ങി വയ്ക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ ആളിലൂടെ മൂന്നാമത്തെ ആളാണ് അത് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കണക്ഷനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 3 ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യം ആ അമൂല്യ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതും അത് സിനിമയുടെ പ്രധാന കാതലായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടും നമുക്കതങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ സിനിമ നിങ്ങൾ 3Dയിൽ കാണുന്ന സമയത്ത് ഞങ്ങൾ ഈ ചിയൂതിക്കാവ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമമാണ്, വടക്കൻ കേരളത്തിലുള്ള ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അവിടെ നടക്കുന്ന ഈ ഒരു 300 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ. ഇത് റിയൽ സ്റ്റോറി അല്ല, ഇത് ഫിക്ഷൻ തന്നെയാണ്. പക്ഷേ റിയൽ ലൈഫിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് ഇതിൻ്റെ റൈറ്റർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.